ഉദ്ഘാടനം കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ അത് ആ ഗണഗീതം സദേൺ റെയിൽവേയുടെ എക്സ്പേജിൽ വരണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. അതിന് കൃത്യമായ ഒരു RSS അജണ്ടയുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് സർവീസിൽ RSSന്റെ സെല്ല് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ആരോപണം നേരത്തെ തുടങ്ങിയുള്ളതാണ്. ദേശീയ ഗാനം പാടേണ്ട ഒരു സ്ഥലത്തേക്ക് RSSന്റെ ഗണഗീതത്തെ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അപകടമാണത്. ഇനി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്കറിയാനുണ്ട്. സന്തോഷത്തിനിടയിലേക്ക് വന്നൊരു കല്ലുകടിയാണ് ഇന്നത്തെ ഈ RSSന്റെ ഗണഗീതം പാടിക്കല്. നമസ്കാരം. നമ്മൾ ഇന്ന് രാവിലെ കണ്ടതാണ് എറണാകുളം ബംഗളൂരു പുതിയ സർവീസ് വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ RSSന്റെ ഗണഗീതമാണ് പാടിയിരിക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോ എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരതിന് പുതിയ സർവീസ് ആരംഭിക്കുകയാണ്. പ്രധാനമന്ത്രിയാണ് ഓൺലൈനിൽ അത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അതായത് ബാംഗ്ലൂർ മലയാളികളുടെ യാത്രാക്ലേശത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുന്ന ഒരു സർവീസാണ് ഈ എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് സർവീസ് എന്ന് പറയുന്നത്. അതിനെല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും ഇപ്പോൾ ഹൈബിയുടെ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ MK രാഘവൻ ഉൾപ്പെടെ ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് കൃത്യമായൊരു പങ്കുണ്ട്. അവർ നിരന്തരം ലോക്സഭയിൽ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രമഫലമായിട്ടാണ് ഈ ബാംഗ്ലൂർ എറണാകുളം അല്ലെങ്കിൽ എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് സർവീസ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിലെല്ലാ മലയാളികളും വളരെ സന്തോഷപൂർവ്വമാണ് കണ്ടിരിക്കുന്നത്. അതിനകത്ത് ഈ ചടങ്ങിൽ ഗവർണർ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്, ഫിസിക്കലി തന്നെ ഗവർണർ പങ്കെടുക്കുന്നുണ്ട്, സുരേഷ് ഗോപി പങ്കെടുക്കുന്നുണ്ട്, ഹൈബിയുടെ പങ്കെടുക്കുന്നുണ്ട്, അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ പല പല റെയിൽവേയുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്കാണ് ഇതുപോലെയുള്ളൊരു അസ്വസ്ഥത സൃഷ്ടിക്കുന്നത്. നമുക്കറിയാം, പൊതുപരിപാടികളിലൊക്കെ സാധാരണ നമ്മൾ ആലപിക്കുന്ന ഒരു ഗാനം നമ്മുടെ ദേശീയ ഗാനം. ഈ ദേശീയ ഗാനത്തിന് പകരമായിട്ട് അവിടെ RSSന്റെ ഗണഗീതം ആലപിക്കുകയും ആ ഗണഗീതം എടുത്ത് സദേൺ റെയിൽവേയുടെ എക്സ്പേജിൽ ഒരു 10 മിനിറ്റ്, അതായത് ഉദ്ഘാടനം കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ അത് ആ ഗണഗീതം സദേൺ റെയിൽവേയുടെ എക്സ്പേജിൽ വരണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. അതിന് കൃത്യമായ ഒരു RSS അജണ്ടയുണ്ട്. ഈ RSS അജണ്ടയാണ് മതേതര കേരളം ചോദ്യം ചെയ്യുന്നത്. എല്ലാം വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നു. അതിനിടയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ഇതൊരു രാഷ്ട്രീയ പരിപാടിയല്ല. RSSന്റെ ഗണഗീതം ഇതിന് എന്തെങ്കിലും കുറ്റമുണ്ടെന്നോ തെറ്റുണ്ടെന്നോ എന്നുള്ളതൊന്നും അല്ല നമ്മൾ പറയുന്നത്. കേരളത്തിലെ കുട്ടികളൊന്നും RSSന്റെ ഗണഗീതം പാടാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിനകത്തുള്ള ഒരു അരോചകമായിട്ടുള്ളൊരു കാര്യം എന്താ എന്ന് ചോദിച്ചാൽ അത് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കും. ഗവൺമെന്റ് പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങുകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ കുട്ടികളെ എത്തിക്കുക സ്വാഭാവികമാണ്. അതിനുശേഷം അവരെ ട്രെയിനിലായിക്കൊള്ളട്ടെ ബസ്സിലായിക്കോട്ടെ അവരെ കയറ്റിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്ത് സ്വാഭാവികമാണ്. പക്ഷെ അതിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് അവർക്കറിയില്ല ഇത് RSSന്റെ ഗണഗീതമാണോ, ദേശീയ ഗാനം എന്താണെന്ന് അവർക്കറിയാം. പക്ഷെ ഇത് വേറെന്തെങ്കിലും പാട്ടാണോ, ഈശ്വര പ്രാർത്ഥനയാണോ എന്നൊന്നും അവർക്ക് തിരിച്ചറിയാനുള്ള ഒരു ശേഷി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണോ അതോ ഇനിയിപ്പോൾ മലയാളം മീഡിയത്തിലെയാണോ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണോ എന്നൊന്നും നമുക്കൊരു കൃത്യമായ വ്യക്തത കിട്ടിയിട്ടില്ല. പക്ഷെ ഇത് വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിച്ചത് ഒരു പരമപോക്രിത്തരമാണ്. ഇത് RSS വൽക്കരണത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കേരളത്തിലെ ഗവൺമെന്റ് സർവീസിൽ RSSന്റെ സെല്ല് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ആരോപണം നേരത്തെ തുടങ്ങിയുള്ളതാണ്. ചില മുസ്ലിം സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ല് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളിലും കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റുകളിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശരിവെക്കുന്ന രീതിയിലാണ് RSSന്റെ ഇന്നത്തെ ഈ ഒരു പ്രകടനം എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്, മറ്റേ ബീഫ് കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെയുള്ള ചില ഈ എറണാകുളം കാനറ ബാങ്കിൽ പോലും, അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, എറണാകുളം കാനറ ബാങ്കിൽ പോലും അതിന്റെ ജനറൽ മാനേജറായിട്ട് വന്നിട്ടുള്ള ആള് ബീഫ് കൂട്ടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞതിന് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചതാണ്. പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നതാണ്. അവിടെ ജീവനക്കാര് ബീഫ് കറി വെക്കുകയും പൊറോട്ടയും ബീഫും എല്ലാവർക്കും സപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മുടെ കൺമുമ്പിലുണ്ട്. അതിനുള്ള പ്രതിഷേധ സമരങ്ങൾ നടന്ന ഒരു നാട്ടിലാണ് എന്താ പറയുക, എല്ലാവരും സന്തോഷത്തോടെ കാത്തിരുന്ന എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ദിവസം തന്നെ ഇങ്ങനെ കല്ലുകടിക്ക് അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് കാരണമാകുന്ന രീതിയിലുള്ള ഒരു കാര്യം നടന്നിരിക്കുന്നത്. അതിനെ ശക്തമായിട്ട് കേരളം എതിർക്കുന്നുണ്ട്. എനിക്കൊന്ന് BJP പോലും ഇതിനെ എങ്ങനെ കാണുമെന്നുള്ളതാണ് നമുക്കിനി അറിയാനുള്ളത്. കാരണം ദേശീയ ഗാനം പാടേണ്ട ഒരു സ്ഥലത്തേക്ക് RSSന്റെ ഗണഗീതത്തെ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അപകടമാണത്. ഇപ്പൊ PM ശ്രീ വിഷയത്തിലൊക്കെ നമ്മൾ എന്താ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, നമ്മളേറെ ഭയപ്പെട്ട ഒരു കാര്യമാണ് RSSന്റെ അജണ്ട PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ നടപ്പിലാക്കുമോ എന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടപ്പിലാക്കുമോ എന്നുള്ളൊരു വലിയ ഭയപ്പാടുണ്ടായിരുന്നു. ആ ഭയപ്പാട് തൊട്ടരികെ നിൽക്കുന്ന സമയത്താണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ കൊണ്ട് തന്നെ RSSന്റെ ഗണഗീതം ഈ വന്ദേ ഭാരതിനകത്ത് പാടിപ്പിച്ചിരിക്കുന്നത്. ഇതിനോടൊക്കെ ഇനി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള
വി ശിവൻകുട്ടി എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്കറിയാനുണ്ട്. കാരണം സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്കൂളുകളിലെ അധ്യാപകരാണ് വിദ്യാർത്ഥികളെയും കൊണ്ട് ഈ വന്ദേ ഭാരതിൽ കയറിയിട്ടുള്ളത് എങ്കിൽ, അവരെ കൊണ്ട് ഗണഗീതം പാടിച്ചിട്ടുള്ളത് എങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നേ. കാരണം അവരറിയാതെ ഏതെങ്കിലും വിദ്യാർത്ഥികൾ പാടത്തില്ലല്ലോ. കാരണം വിദ്യാർത്ഥികൾ അവിടെ ഒരു പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനൊരു പ്രാക്ടീസ് ഉണ്ടാവണം. ആ പ്രാക്ടീസ് ഇല്ലാണ്ടൊന്നും RSSന്റെ ഗണഗീതം പാടാൻ വേണ്ടി പറ്റത്തില്ല. അല്ലെങ്കിൽ RSS ശാഖയിൽ നിന്ന് കുറെ വിദ്യാർത്ഥികളെ കണ്ടെത്തിയിട്ട് അവരെ കൊണ്ട് പാടിച്ചേക്കുന്നതല്ല. ഇത് ഏതോ ഒരു സ്കൂളിൽ നിന്ന്, ആ സ്കൂൾ ഏതെന്ന് നമുക്ക് വ്യക്തത വന്നിട്ടില്ല, ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് പരിശീലനം നൽകി അത് വന്ദേ ഭാരതിന്റെ ഈ ഉദ്ഘാടന ദിവസം തന്നെ പാടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. ഈ ഗൂഢാലോചനയെ കുറിച്ച് സർക്കാർ അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ റെയിൽവേയും ഇതിന് മറുപടി പറയണം. കാരണം റെയിൽവേക്കെതിരെ ഇതിനു മുമ്പും ശക്തമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. എന്താണത്? കാരണം ഈ RSS വൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ട് റെയിൽവേക്കുള്ളിലെ പല ഉദ്യോഗസ്ഥന്മാരും RSSന്റെ ഏജന്റുമാരാണ്, അല്ലെങ്കിൽ RSSന്റെ സെല്ലിലുമായി വർക്ക് ചെയ്യുന്നവരാണ് എന്നുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലേക്ക് കൂടുതൽ സർവീസുകൾ അനുവദിക്കാൻ സാധിക്കാത്തത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. അതിനൊക്കെ ഒരു ശക്തി കൂട്ടത്തക്ക രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ അതായത് നമ്മുടെ പല MPമാരും പാർലമെന്റിനകത്ത് കേരളത്തിലേക്ക് കൂടുതൽ സർവീസ് ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ കേന്ദ്ര റെയിൽവേ മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവ് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈബിയുടെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലോക്സഭയ്ക്കകത്ത് മറുപടി കൊടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപി എന്താ പറഞ്ഞിരിക്കുന്നത്? സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപി പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ട് സംസാരിക്കാറുണ്ടെങ്കിൽ തന്നെ ഉള്ള സത്യം ഉള്ളതുപോലെ അവിടെ വിളിച്ചു പറയും. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്സഭയിൽ അശ്വിനി വൈഷ്ണവ് കൃത്യമായിട്ട് ഹൈബിയുടെനും NK പ്രേമചന്ദ്രനും ശശി തരൂരിനും അതോടൊപ്പം തന്നെ MK രാഘവനും മറുപടി നൽകിയിട്ടുണ്ട്. അതായത് കൂടുതൽ സ്ഥലം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നൽകാനായിട്ട് തയ്യാറാകണമെന്ന്. ഈ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴെന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന BJPക്കാരും ഈ പറയുന്ന കോൺഗ്രസ്സുകാരും കൂടെ അവിടെ സമരമായിട്ട് ചെല്ലും. കാരണം കേരളയിൽ സമരം നമ്മൾ കണ്ടതാണ്. പക്ഷെ കേരളയിൽ കുറച്ച് അക്രമമാണ് കാട്ടിക്കൂട്ടിയത് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ സുരേഷ് ഗോപിക്ക് വേണമായിരുന്നു. അതിനുശേഷം വേണമായിരുന്നു ഇങ്ങനെ പത്രക്കാരോട് സംസാരിക്കാനായിട്ട്. കേരളത്തിൽ ഏത് പദ്ധതി വരുന്ന സമയത്തും അതിപ്പോൾ NH ഉൾപ്പെടെയുള്ള പദ്ധതികൾ, ഗെയിൽ ഗ്യാസ് പൈപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ വരുന്ന സമയത്ത് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നമായിരുന്നു. ആ ഭൂമി ഏറ്റെടുക്കൽ തന്നെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു വികസന മുരടിപ്പിനായിട്ടുള്ള കാരണവും എന്ന് പറയുന്നത്. കാരണം കേന്ദ്ര പദ്ധതികളൊക്കെ ഒരുപാടുണ്ടാവാം, പക്ഷെ ആ പദ്ധതികൾ കേരളത്തിലേക്ക് എത്തിക്കണം. കേരളത്തിലെ ഒരു ഭൂ വിസ്തൃതിയൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. വളരെ ചുരുങ്ങിയതാണ്. ഇപ്പം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കിട്ടുന്ന പോലെയുള്ള ഭൂമി ഏറ്റെടുക്കലോ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇവിടെ വിലയും അതിനനുസരിച്ച് കൂടുതലാണ്. അപ്പൊ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മളുടെ നാട്ടിലേക്ക് ഒരു പുതിയ സർവീസ് വരുന്നു, ഒരു സന്തോഷം വരുന്നു. ആ സന്തോഷത്തിനിടയിലേക്ക് വന്നൊരു കല്ലുകടിയാണ് ഇന്നത്തെ ഈ RSSന്റെ ഗണഗീതം പാടിക്കൽ. അതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സ്കൂൾ അധ്യാപകരാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട്. ഇനി റെയിൽവേ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്കെതിരെയും ശക്തമായ നടപടി എടുക്കേണ്ടതുണ്ട്. അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ ഇതിനകത്ത് ഉയർന്നു വരേണ്ടതുണ്ട്. ഇതിനകത്ത് നമ്മുടെ MPമാർ ഹൈബിയുടെയൊക്കെ അവിടെ ൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഹൈബിയുടെയൊക്കെ ആ സ്പോട്ടിൽ തന്നെ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതാണ്. കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായിട്ട് പാർലമെന്റിനകത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഹൈബിയുടെ. ആ ഹൈബിയുടെയൊക്കെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഇതുപോലെ RSSന്റെ ഗണഗീതം ആലപിച്ച് വിദ്യാർത്ഥികൾ പാടിയപ്പോൾ അതെടുത്ത് സദേൺ റെയിൽവേയുടെ എക്സ്പേജിൽ ഇട്ടെങ്കിൽ ഇന്ന് കേരളത്തിലെ DYFIക്കാർ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ സദേൺ റെയിൽവേയുടെ ഇവിടുത്തെ കേരളത്തിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് വേണ്ടത്. അതിനുള്ളൊരു ആർജവം കേരളത്തിലെ യുവജന സംഘടനകൾ കാണിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും.